ഹലോ, വെൽക്കം ടു സയൻസ് കിച്ചനെറ്റ്. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് തനി നാടൻ രുചിയിലുള്ള പരിപ്പ് വടയാണ്. മലയാളികളുടെ ഇഷ്ട പലഹാരങ്ങളിൽ പ്രധാനമായ ഒന്നാണ് പരിപ്പ് വട. അപ്പോൾ അതെങ്ങനെ രുചികരമായി ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ തന്നെ പരിപ്പ് വട തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് കടലപ്പരിപ്പ് 2 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം എടുത്തിരിക്കുന്നതാണിത്. അപ്പോൾ ഇത് അരച്ചെടുക്കുന്നതിന് മുൻപ് ഇതിൽ നിന്ന് നമുക്ക് 1 ടീസ്പൂൺ പരിപ്പ് മാറ്റിവെക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായ 1 കഷ്ണം ഇഞ്ചി, 2 അല്ലി വെളുത്തുള്ളി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 പിഞ്ച് മഞ്ഞൾപ്പൊടിയുമാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും അരച്ചെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞ് ചേർക്കുന്നതിനേക്കാളും നല്ലത് അരച്ചെടുക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഫ്ലേവർ പരിപ്പോടേക്ക് നല്ലൊരു മണവും രുചിയും എല്ലാം നൽകും. ഇനി ഇതിലേക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന പരിപ്പ് കുറേശ്ശെ ചേർത്ത് അരച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ പരിപ്പെല്ലാം അരച്ചെടുത്തിട്ടുണ്ട്. പരിപ്പ് അരച്ചെടുക്കുമ്പോൾ ഒട്ടും വെള്ളം ചേർക്കാതെ വേണം അരച്ചെടുക്കാൻ. അതുപോലെ തന്നെ പരിപ്പ് ഫൈൻ പേസ്റ്റായി അരച്ചെടുക്കരുത്. ചെറിയ തരിയോടുകൂടി വേണം ഇത് അരച്ചെടുക്കാൻ. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യമേ മാറ്റി വെച്ചിരുന്ന പരിപ്പ് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം ചെറുതായി ഒന്ന് ചതച്ചതും, 1 വലിയ സവാളയുടെ പകുതി ചെറുതായി അരിഞ്ഞതും, 2 പച്ചമുളകും, കുറച്ച് കറിവേപ്പില പൊടിയായി അരിഞ്ഞതും, ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ഇത് നമുക്ക് കൈകൊണ്ട് തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ ഞാനിതിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചെറിയ ഉരുളകളാക്കി എടുത്ത് ഇതുപോലെ ഉള്ളം കൈയിൽ വെച്ച് പ്രസ് ചെയ്ത് പരിപ്പ് വടയുടെ ഷേപ്പാക്കി എടുക്കാം. അതിനുശേഷം ചൂടായ എണ്ണയിലിട്ട് വറുത്തെടുക്കാം. എണ്ണയുടെ ചൂട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം പരിപ്പ് വട ഫ്രൈ ചെയ്തെടുക്കാൻ. അല്ലെങ്കിൽ ഇതിൻ്റെ പുറം ഭാഗം പെട്ടെന്ന് തന്നെ കളർ മാറുകയും ഉൾഭാഗം വേകാതെയിരിക്കും. അതുപോലെ തന്നെ പരിപ്പ് വട എണ്ണയിലേക്കിട്ട് ഉടനെ തന്നെ ഇത് മറിച്ചിടരുത്. ഒരല്പസമയം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇത് മറിച്ചിടാവൂ. അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ പൊടിഞ്ഞു പോകും. അപ്പോൾ നമ്മുടെ പരിപ്പ് വട റെഡിയായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. പരിപ്പ് വട ഇഷ്ടമില്ലാത്ത മലയാളികൾ ഉണ്ടാവില്ല. വൈകുന്നേര സമയങ്ങളിൽ നല്ല ചൂട് പരിപ്പ് വടയും കട്ടൻ ചായയും കിട്ടിയാൽ അതൊരു സന്തോഷം തന്നെയാണ്. ഇത് പലവർക്കും നല്ല ഓർമ്മകളാണ് സമ്മാനിക്കുന്നത്. അപ്പോൾ തീർച്ചയായും നിങ്ങളിത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.